ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് പെട്ടെന്ന് കാലാ ജാമുൻ ഉണ്ടാക്കാം. നമ്മളതിന് 1 കപ്പ് പ്രീമിക്സാണ് എടുത്തിരിക്കുന്നത്. കൈവച്ച് അതിൽ കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. എല്ലാ പൊടിയും ഒന്നിച്ചാവണം. അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം മതി. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഉരുട്ടുമ്പോൾ ക്രാക്സ് വരാൻ പാടില്ല, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ കാലാ ജാമുന് കുറച്ചധികം ഷുഗർ സിറപ്പ് വേണം. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കളർ മിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച ശേഷം ചെറിയ ബോൾസാക്കി ഇടാം. ഇത് നമ്മുടെ ജാമുൻ്റെ സെൻറ്ററിൽ വയ്ക്കാനാണ്. കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. അത്ര ഹെൽത്തി ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കുറച്ച് മാവിൽ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ടാലും മതി, അത് ഹെൽത്തി ആയിരിക്കും. ഈ ഗ്രീൻ കളറിന് പകരം കുറച്ച് നട്ട്സ്, കാഷ്യോ, ബദാമോ, പിസ്തയോ പൊടിച്ച് മാവിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഞ്ഞു ബോളാക്കി ഇടാം. ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായി ആ മിക്സിൽ നിന്ന് ഈക്വലായിട്ടുള്ള കുഞ്ഞു ബോൾസായി മുറിച്ചിടാം. കയ്യിലൊരല്പം എണ്ണയോ വെള്ളമോ ഒന്ന് തേച്ച ശേഷം ഈ ബോൾസിനെ ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കുക. ഈ പരത്തി ഇതിനകത്ത് വേണം നമുക്ക് ആ പച്ച ബോൾസ് ഇട്ട് അടച്ച് വയ്ക്കാൻ. ആ പച്ച ബോളിട്ട് നല്ലപോലെ കവർ ചെയ്ത ശേഷം ഒരു ക്രാക്കും കാണാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഒരുപാട് അമർത്തി ഉരുട്ടരുത്, നല്ല സോഫ്റ്റായി വേണം ഉരുട്ടിയെടുക്കാൻ. അമർത്തി ഉരുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജാമുൻസ് നല്ല ഹാർഡാവും. സോഫ്റ്റ് ഹാൻഡ്സ് വെച്ച് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. ഇങ്ങനെ എല്ലാ ബോൾസിനകത്തും ഈ പച്ച ബോൾ വെച്ച് ഭംഗിയായി ടൈറ്റായി ഉരുട്ടി റെഡിയാക്കി വയ്ക്കാം. ഒരു ക്രാക്സും ആ ബോൾസിൽ ഉണ്ടാവാൻ പാടില്ല. ക്രാക്സ് വന്നാൽ നമ്മൾ എണ്ണയിലിട്ട് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഭംഗിയെല്ലാം പോകും. നമ്മൾ ഷുഗർ സിറപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 5-7 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഒരു ഓയിലി പരുവാകും. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവരുത്, അതിന് തൊട്ട് മുമ്പ് ഇറക്കണം. അതായത് ഒരു ഓയിലി ആയിരിക്കണം. ഇങ്ങനെ കൈ വെച്ചാക്കുമ്പോൾ 1 സ്ട്രിങ് വരാനും പാടില്ല. 1 സ്ട്രിങ് ആവുന്നില്ല, ഒരു ഓയിലി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് നമ്മൾ ഓഫ് ചെയ്യാം. ജാമുൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും എണ്ണ വളരെ ലൈറ്റ് ചൂടായിരിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ ജാമുൻ എണ്ണയിലേക്ക് ഇടാൻ. എണ്ണ തുടരെ ഇളക്കി കൊടുക്കണം. ജാമുനിൽ സ്പൂൺ മുട്ടരുത്. ജാമുൻ അടിയിൽ പിടിക്കാതെ തന്നെ പൊങ്ങി വരുന്നത് കാണാം. എണ്ണ കുറച്ച് കൂടുതൽ എടുക്കണം. ഞാൻ ഇത്തിരി പിശുക്ക് കാണിച്ചിട്ടുണ്ട്. കാച്ചിയ എണ്ണ എടുത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തുള്ളൂ. ഇത്തിരി കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ ജാമുൻ തന്നെ പൊങ്ങി വരുന്നത് കാണാം. നമുക്ക് നല്ല ഭംഗിയാണ്. നമ്മുടെ ജാമുൻ ഡബിൾ ദ സൈസ് ആയിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി തന്നെ അതിനെ ഡാർക്ക് കളറാക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ട്. ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ജാമുൻ നല്ലോണം ഡാർക്ക് ആകണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കതിനെ ഡാർക്ക് ആക്കണം. ഉടനെ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ ഇടുന്നില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നത്. ഷുഗർ സിറപ്പ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്ത ആ ജാമുൻ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ജാമുൻ എണ്ണയിൽ പൊങ്ങി വന്ന ശേഷം നമുക്കതിനെ തിരിച്ചിടാം. നേരത്തെ എടുത്ത കാലാ ജാമുൻ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ട്. ഷുഗർ സിറപ്പ് എപ്പോഴും ഒരുപാട് തിന്നായാൽ നമ്മുടെ ജാമുൻ സോഗിയായി പോവും. ഒരുപാട് തിക്കായാൽ നമ്മുടെ ജാമുനകത്ത് ഷുഗർ സിറപ്പ് കയറില്ല. അതുകൊണ്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും നിൽക്കരുത്. ഉടനെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് എടുക്കണം. നേരത്തെ ഇട്ട ജാമുനെല്ലാം സൈസ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് മിനിമം 1 മണിക്കൂറെങ്കിലും അടച്ചു വെച്ച ശേഷം എടുക്കാം. ഷുഗർ സിറപ്പൊക്കെ കുടിച്ച് നമ്മുടെ കാലാ ജാമുൻ ഗുണ്ടുമണികളായിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്, വളരെ സോഫ്റ്റുമാണ്. നമുക്കിതൊന്ന് കത്തി വെച്ച് ഷേപ്പിൽ മുറിച്ചെടുക്കാം. റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. നിങ്ങളെല്ലാവരും കാലാ ജാമുൻ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.